വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. സോ മക്കളെ, നമ്മൾ ഇന്ന് +1 മാത്സിലെ 12ാമത്തെ ചാപ്റ്റർ ആയ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എടുക്കാൻ പോണ്. ഇപ്പൊ പലർക്കും അറിയാം, ഈ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഒരു ബുദ്ധിമുട്ട് ചിലർക്ക് ഉണ്ടാവും. കുറെ പേര് ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് നമുക്ക് സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം. നമ്മുടെ ക്രിസ്മസ് എക്സാമിനാണെങ്കിലും മെയിൻ എക്സാമിനാണെങ്കിലും ഏകദേശം 10 മാർക്കിനോളം ഈ ചാപ്റ്ററിന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ഇപ്പൊ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ എന്താണ് സംഭവം, അതിലെ കോൺസെപ്റ്റ് എന്താണ്, അതൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ മാത്സ് ഭയങ്കര എളുപ്പം. അല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ടഫായിട്ടും തോന്നും. അപ്പൊ ആദ്യം നമുക്ക് ആ ലിമിറ്റിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോദ്യത്തിലോട്ട് പോവാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഈ ലിമിറ്റ് എന്താണെന്നാ പറയാൻ പോണത്. ഓക്കെ, സോ ഡെഫിനേഷൻ എങ്ങനെയാണ്, ലെറ്റ് f of x be a real valued function. Let f of x be എന്താ പറയുന്നത്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. എന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് കരുതുക. ദെൻ x tends to a എന്ന് വെച്ച് കഴിഞ്ഞാൽ x എന്ന് പറയുന്ന ആള് a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിലോട്ട് പോകുമ്പോ, x എന്ന് പറയുന്ന ആള് എവിടെ പോകുമ്പോ a എന്ന് പറയുന്ന കോൺസ്റ്റന്റിലോട്ട് പോകുമ്പോ നമ്മുടെ ഫംഗ്ഷൻ f of x l എന്ന് പറയുന്ന വേറൊരു കോൺസ്റ്റന്റിലോട്ട് പോകും. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്റെ കയ്യിലുണ്ട്. അതില് എക്സ് എന്ന് പറയുന്ന ആള് എ എന്ന് പറയുന്ന കോൺസ്റ്റന്റിലോട്ട് പോകുമ്പോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് എൽ എന്ന് പറയുന്ന വേറെ കോൺസ്റ്റന്റിലോട്ട് പോകും. സിംപിളി പറഞ്ഞാല് എന്റെ എക്സ് ഒരു വാല്യൂലോട്ട് പോകുമ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യും, വേറൊരു വാല്യൂട്ട് പോകും. ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ലിമിറ്റ്. എന്നിട്ട് ആ ലിമിറ്റിന് താഴെ എക്സ് ടെൻസ് ടു എ എന്ന് എഴുതും. ദെൻ മോൾ എന്ത് ചെയ്തും, എഫ് ഓഫ് എക്സ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു ലിമിറ്റിനെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇപ്പോഴും കുറെ പേർക്ക് എന്താണ് ഒരു ഐഡിയ എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ആണ് തിരിക്കുന്നത്. അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x. എഫ് ഓഫ് എക്സ് ഈക്വൽ എന്താണ്, 3x. എന്നിട്ട് ഇതിങ്ങനെ പറയുന്നത്, ലെറ്റ് us try to find the limit of this function at x equal to 2. x equal to 2 എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണണം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇത് എന്താ, നമുക്ക് ഇവിടെ കാണണ്ടേ, ലിമിറ്റ് x tends to, x എവിടുക്കാ പോണേ, 2f of x ആ കാണണ്ടേ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, x എവിടുക്കാടാ പോണേ, 2ലോട്ട് പോണ് കേട്ടോ. x എവിടേക്ക് പോണ്, 2ലോട്ട് പോണ്. അപ്പൊ ഞാൻ ഒരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കാണ്. ഇപ്പൊ ഇവിടെ എക്സ് എവിടേക്ക് പോണ്, 2ലോട്ട് പോണ്. ശ്രദ്ധിച്ചോട്ടാ, എക്സ് 2ലോട്ട് പോണം. അപ്പൊ എക്സ് 2ലോട്ട് പോണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എക്സ് ടെൻസ് ടു 2 ആണ് അല്ലെ. അപ്പൊ എക്സ് 2ലോട്ട് പോണ്, പക്ഷെ ഒരിക്കലും 2നോട് ഈക്വൽ ആവില്ല. ഒരിക്കലും എന്താവില്ല, 2നോട് ഈക്വൽ ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എക്സിന് 2 സ്ഥലത്ത് നിന്ന് വരാം അല്ലെ. ഇതൊരു പോസിറ്റീവ് സൈഡും ഇത് സൈഡാ നെഗറ്റീവ് സൈഡാ. അപ്പൊ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും, റൈറ്റ് സൈഡ് എന്ന് പറയും. നെഗറ്റീവ് സൈഡ് എന്താണ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറയും അല്ലെ. സോ എക്സ് ടെൻസ് ടു 2 എന്ന് പറയുമ്പോൾ മനസ്സിലാകട്ടെ, എക്സ് 2ലോട്ട് പോണ്, പക്ഷെ ഒരിക്കലും 2നോട് ഈക്വൽ ആവില്ല. 2ന് തൊട്ടടുത്തുള്ള പോയിന്റിലേക്ക് എത്തും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2ന് തൊട്ടടുത്തുള്ള കുറച്ച് പോയിന്റുകൾ എടുക്കാം. അപ്പൊ നോക്കിയേ, 2ന് തൊട്ടടുത്തുള്ള പോയിന്റുകളെ മുകളിൽ എഴുതിയിരിക്കും. തൊട്ടടുത്തുള്ള പോയിന്റ് ഏതാ, 2.001 അല്ലെ. അതിന് കുറച്ച് പുറകിലാണ് 2.01, അതിന് കുറച്ച് പുറകിലാണ് 2.1. ഇതൊക്കെ എന്താണ്, 2ന് തൊട്ടടുത്ത പോയിന്റുകളാണ്, പക്ഷെ 2നോട് ഈക്വൽ അല്ല. ദെൻ അതുപോലെ ലെഫ്റ്റ് സൈഡിൽ എടുത്തു കഴിഞ്ഞാലോ, ഇവിടെ നോക്കി, 2ന് തൊട്ടടുത്തുള്ള പോയിന്റുകൾ നമ്മൾ എടുക്കണേ ഏതെടുക്കാം, 1.99, 1.999 അല്ലെങ്കിൽ 1.9 അല്ലെങ്കിൽ 1.99. അടുത്ത എന്ത് എടുക്കാം, 1.9. സോ എക്സ് ടെൻസ് ടു 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എന്ത് ചെയ്യും, ആ പോയിന്റ് തൊട്ടടുത്ത് വരെ എത്തും, പക്ഷെ അതിനോട് എന്താവാൻ പാടില്ല, ഈക്വൽ ആവാൻ പാടില്ല. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ നോക്കി. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ എന്നാണ് 3x. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇപ്പൊ എക്സിന് ഞാൻ എന്ത് കൊടുക്കണം, ഇപ്പൊ എഫ് ഓഫ് എക്സിന് ഞാനിപ്പോ എന്ത് കൊടുത്തു, തൊട്ടടുത്തുള്ള 2.001 കൊടുത്തു. അപ്പൊ 2.001 കൊടുത്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, 6.003 എന്ന് കിട്ടും. അങ്ങനെയാ 3 into 2.001 ചെയ്യാം. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ എന്ത് കിട്ടും, 6.003 എന്ന് കിട്ടും. അടുത്ത എക്സ് 2.01 കൊടുത്തു,
അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും 6.03 എന്ന് കിട്ടും. അത് 2.1 കൊടുത്ത് നോക്ക്, അപ്പൊ എന്ത് കിട്ടും 6.3 എന്ന് കിട്ടും. ഓക്കെ, നേരെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് എടുത്ത് നോക്കി. ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് എടുത്താൽ എന്ത് കിട്ടും? ഇപ്പൊ 1.99 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5.97. 1.95 എടുത്ത് നോക്ക്, അപ്പൊ എന്ത് കിട്ടും? 5.85. 1.9 എടുത്ത് നോക്ക്, അപ്പൊ 5.7. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം നോക്കി, എക്സ് രണ്ടിലോട്ട് പോയപ്പോൾ, എക്സ് എന്തിലോട്ട് പോയപ്പോ, എക്സ് ഇവിടെ എന്തിലോട്ടാ പോയെ? രണ്ടിലോട്ട് പോയപ്പോള്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നും എക്സ് എന്തിലോട്ട് പോയി? രണ്ടിലോട്ട് പോയപ്പോള് നമ്മുടെ എഫ് ഓഫ് എക്സ്, ഇത് എക്സ് ആണ് കേട്ടോ, എക്സ്. നമ്മുടെ എഫ് ഓഫ് എക്സ് എവിടെ പോയടാ? എഫ് ഓഫ് എക്സ് എവിടെ പോയി? എഫ് ഓഫ് എക്സ് എവിടുക്കാ വന്നേ? ശ്രദ്ധിച്ചു നോക്കി. 5.7, 5.8, 5.9, 5.997 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിലോട്ട് ആവുകയാണ്? 6 വരിക. ഇവിടെ തിരിച്ച് ഇവിടെ നോക്കി, 6.3, 6.03, 6.003 എവിടേക്ക് വരുന്നു? 6 നമ്മുടെ എന്ത് വന്നു? ഫംഗ്ഷൻ വന്നു. Then the f of x ഇവിടെ 6. ആ 6-നെയാണ് എന്ത് വിളിക്കുക? ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എക്സ് ഒരു വാല്യൂലോട്ട് വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഒരു വേറെ വാല്യൂലോട്ട് പോകും. ദെൻ ആ വാല്യൂവിനാണ് എന്ത് വിളിക്കുക? ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ആ വാല്യൂവിനാണ് എന്ത് വിളിക്കുക? ഫംഗ്ഷൻ ഓഫ് ദ ലിമിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ ഓഫ് ദ ലിമിറ്റ് എന്താണ് പറയുക? 6 ആണ്. സോ ഈ ഐഡിയ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. എക്സ് ഒരു വാല്യൂലോട്ട് പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ പോകുന്ന വാല്യൂ, ഇവിടെ എക്സ് 2ലോട്ട് പോയപ്പോ നമ്മുടെ ഫംഗ്ഷൻ പോയ വാല്യൂ എന്താണ്? 6ലോട്ടാണ്. Then the number 6 is called എന്ത്? ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഐഡിയ മനസ്സിൽ ഉറപ്പിക്കുക. ഈ കോൺസെപ്റ്റ് മനസ്സിൽ എന്ത് ചെയ്യുക? ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റിന്ന് 2ലോട്ടാണ് പോകണമെങ്കിൽ റൈറ്റിന്നും 2ലോട്ട് പോകണം. ഓക്കെ, ലെഫ്റ്റിന്ന് 3ലോട്ടാണ് പോകണമെങ്കിൽ റൈറ്റിന്ന് 3ലോട്ട് പോകണം. എന്നാലും അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ലിമിറ്റ്. ഇപ്പൊ ലെഫ്റ്റിന്ന് ഒരു വാല്യൂ 5ലോട്ട് പോണ്, റൈറ്റിന്ന് ഒരു വാല്യൂ 6ലോട്ട് പോണ്. അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ? എക്സിസ്റ്റ് ചെയ്യൂല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും സെയിം വാല്യൂലോട്ട് വരണം, കോമൺ വാല്യൂലോട്ട് എന്ത് ചെയ്യണം? വരണം. ഓക്കെ, സോ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യാം? ഉറപ്പിച്ചു വെക്കുക. കോൺസെപ്റ്റ് ആണ്. ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്ലൈഡിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ലിമിറ്റ്. ലിമിറ്റ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് നോക്കിയേ. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഈസ് ദ കോമൺ വാല്യൂ ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് ഇഫ് ദേ കോയിൻസൈഡ്. ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ഒരു കോമൺ വാല്യൂയിലോട്ട് കോയിൻസൈഡ് ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് 3ലോട്ട് വന്നാല് റൈറ്റിൽ നിന്ന് 3ലോട്ട് വരണം. ലെഫ്റ്റിൽ നിന്ന് 5ലോട്ട് വന്നാല് റൈറ്റിൽ നിന്ന് 5ലോട്ട് വരണം. ഒരു കോമൺ വാല്യൂലോട്ട് വരണം. എന്നാലേ ആ ലിമിറ്റ് എന്ത് ചെയ്യുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോഴേ അവിടെ എന്തുള്ളൂ? ആ ഫംഗ്ഷന് ലിമിറ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യുക? ഉറപ്പിക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? കോമൺ വാല്യൂലോട്ട് വരണം. ദെൻ അടുത്ത് പറയുന്നത് നോക്കിയേ. അപ്പൊ ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ദെൻ എക്സ് ടെൻസ് ടു എ. നേരത്തെ പറഞ്ഞ കാര്യം, എക്സ് എയിലോട്ട് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ചെയ്യണം എന്ത് ചെയ്യണം? എൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് പോകണം, അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിലോട്ട് പോകണം. ഓക്കെ, ഈ കോൺസെപ്റ്റുകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു തലവേനൊക്കെ വരും. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പ്രോബ്ലം ഒക്കെ ഭയങ്കര ഈസിയാണ്, സിമ്പിൾ ആണ്. പക്ഷെ കോൺസെപ്റ്റ് പറയാൻ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ദെൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, ഇവിടെ ഇപ്പൊ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ നേരത്തെ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്താണ്? എഫ് ഓഫ് എക്സ്. അത് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? ലെഫ്റ്റിന്ന് വരുന്ന വാല്യൂവും റൈറ്റിന്ന് വരുന്ന വാല്യൂവും ഈക്വൽ ആവണം അല്ലെ? ലെഫ്റ്റിന്ന് വരുന്ന വാല്യൂനെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വിളിക്കും, റൈറ്റിന്ന് വരുന്ന വാല്യൂനെ റൈറ്റ് ലിമിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ റൈറ്റ് ലിമിറ്റ് പോസിറ്റീവ് അല്ലേടാ, ലെഫ്റ്റ് ലിമിറ്റ് നെഗറ്റീവ് അല്ലേ? അപ്പൊ റൈറ്റ് ലിമിറ്റ് നമ്മൾ എങ്ങനെ കാണിക്കുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് കാണിക്കുക. എന്തിനാണ് എ പ്ലസ് എന്ന് കാണിക്കുന്നത്? റൈറ്റ് ലിമിറ്റിലെ വാല്യൂസ് എന്താ? പോസിറ്റീവ്. അതല്ലെങ്കിൽ എന്താണ്? ഈ നമ്പറിനേക്കാൾ വലിയ നമ്പർ ആണെന്ന് കാണിക്കാം. അപ്പോ ലെഫ്റ്റ് ലിമിറ്റിനെ എങ്ങനെ കാണിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. എന്തിനാണ് ഈ മൈനസ് കാണിക്കുന്നത്? ലെഫ്റ്റിലെ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? 2നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, 2നേക്കാൾ ചെറിയ വാല്യൂ, അതാണ് അപ്പൊ മൈനസ്. അപ്പൊ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ എന്ത് ഈക്വൽ ആവണം?
ലെഫ്റ്റിൽ നിന്ന് വരുന്ന വാല്യൂസും റൈറ്റിൽ നിന്ന് വരുന്ന വാല്യൂസും ഒരു കോമൺ വാല്യൂലോട്ട് വരണം. ഓക്കെ, സോ ആ ലെഫ്റ്റ് ലിമിറ്റ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന, അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്തിനോട് ഈക്വൽ ആവണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സിനോട് എന്ത് ചെയ്യണം? ഈക്വൽ ആവണം. അപ്പൊ ഇതൊരു ബോക്സിലാക്കി ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇപ്പൊ ഇത് ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ടൈപ്പ് ലിമിറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് ആവശ്യം വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കോൺസെപ്റ്റ് ആണ്. അറിഞ്ഞിരുന്നാൽ നല്ലത്, പക്ഷെ ഇത് അറിഞ്ഞില്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ആലോചിച്ച് വെക്കുക. ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വാല്യൂം റൈറ്റിൽ നിന്ന് വരുന്ന വാല്യൂ എന്ത് ചെയ്യണം? കോയിൻസൈഡ് ചെയ്തിട്ട് ഒരു കോമൺ പോയിന്റിലോട്ട് വരണം. അത്രേ ഉള്ളൂ. ദ കോമൺ പോയിന്റ് ഈസ് കോൾഡ് എന്ത്? ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, സി ഒരു ഐഡിയ മനസ്സിൽ വെക്കുക, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് ഇതിലോട്ട് പോവാണ്. അപ്പൊ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്. ഓൾജിബ്ര എന്ന് വെച്ചാൽ ഒന്നുമില്ല, ലിമിറ്റിനിടയിൽ പ്ലസ് വന്നാൽ എന്ത് കാണിക്കും? മൈനസ് വന്നാൽ എന്ത് കാണിക്കും? ഡിവിഷൻ വന്നാൽ എന്ത് കാണിക്കും? മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്ത് കാണിക്കും? അതൊക്കെയാണ് ചെയ്യാൻ പോണത്. ഇപ്പൊ ഇത്ര നോക്കി, എന്റെ കയ്യിൽ എഫ് ഓഫ് എക്സ് അതുപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഉണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലിമിറ്റിന് രണ്ടിനിടയിലും ഒരു പ്ലസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലിമിറ്റ് എന്ത് ചെയ്യാം? രണ്ടുപേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെയായി മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. പ്ലസ് വന്നാൽ എന്ത് ചെയ്യാം? അപ്പൊ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ആ സെയിം കേസ് തന്നെ മൈനസിന്. മൈനസ് വന്നാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ തന്നെയാണ്. ഇൻറ്റു വന്നു വിചാരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രാക്ഷൻ വന്നു വിചാരിക്കും, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഡിവിഷൻ. ഡിവിഷൻ വന്നാൽ നിങ്ങൾക്ക് ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരാളുടെ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിൽ ഒരു കോൺസ്റ്റന്റ് വന്നാൽ എന്ത് വരണം? കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റിനെ തട്ടി പുറത്തിടുക. ആ കോൺസ്റ്റന്റിനെ തട്ടി എന്ത് ചെയ്യുക? പുറത്തിടുക. എന്നിട്ട് ആർക്ക് മാത്രം ലിമിറ്റ് കൊടുക്കുക? ഫംഗ്ഷന് മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആർക്ക് മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യുക? ഫംഗ്ഷൻ. അപ്പൊ ആ കെ അതിനെ പുറത്തെടുത്താൽ എങ്ങനെയാവും? കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ്. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്റെ ഫംഗ്ഷന്റെ ഫ്രണ്ടിൽ എന്ത് വന്നാല് ഒരു കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റിനെ പിടിച്ച് പുറത്തിട്ടിട്ട് ലിമിറ്റിന് മാത്രം എന്ത് ചെയ്യുക? സോറി, ഫംഗ്ഷന് മാത്രം എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. ദെൻ ലാസ്റ്റ് വൺ നോക്കി, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഈക്വൽ ടു കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോൺസ്റ്റന്റിനാണ് നിങ്ങൾ ലിമിറ്റ് കൊടുക്കുന്നെങ്കിൽ അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്. അപ്പൊ 3 ആണെന്ന് വിചാരിക്കും. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 3 എന്തായിരിക്കും? 3. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 4 എന്തായിരിക്കും? 4. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 5 എന്തായിരിക്കും? 5. ഓക്കെ, അത്ര ഉള്ള സംഭവം. ഓക്കെ, സോ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ കോൺസ്റ്റന്റ് തന്നെയാണ് വാല്യൂ വരിക. ദെൻ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? പ്രോബ്ലത്തിലോട്ട് കിടക്കാണ്. ഫസ്റ്റ് കിട്ടി നോക്കി, ലിമിറ്റ് ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. എന്താണ് ലിമിറ്റ് ഓഫ് എന്നാണ്? പോളിനോമിയൽ ഫംഗ്ഷൻ. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സിന്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുത്താൽ മതി? എ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ചിലവർക്കൊക്കെ സംശയം ഉണ്ട്, എന്താണ് സാറേ പോളിനോമിയൽ ഫംഗ്ഷൻ? ഒന്നുമില്ലടാ. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് പവർ ആയിട്ട് ഹോൾ നമ്പറുകൾ മാത്രം വരാൻ പാടുള്ളൂ. എക്സിന് പവർ ആയിട്ട് എന്ത് മാത്രമേ വരാൻ പാടൂ? ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്ന് വെച്ചാൽ ആരാ? 0, 1, 2, 3, 4, 5, 6 അല്ലെ? എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ്ഡ് 4. ഓക്കെ, അതൊക്കെയാണ് എന്ത്? പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പൊ അങ്ങനത്തെ പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് നിങ്ങൾ എടുത്ത് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ എക്സിന്റെ സ്ഥാനത്ത് ആ വാല്യൂ ഇട്ട് കൊടുക്കാം. ഭയങ്കര ഈസിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫസ്റ്റ് നോക്കിയേ, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 3 കാണാൻ പറഞ്ഞു. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? ഇതെന്തുകൊണ്ടാ പോളിനോമിയൽ ഫംഗ്ഷൻ ആയത്? എക്സിന് പവർ ഒന്നുമില്ല, അപ്പൊ പവർ 1 ഹോൾ നമ്പർ അല്ലേ? അപ്പൊ പോളിനോമിയല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ സ്ഥാനത്ത് ഈ നമ്പർ ഇട്ട് കൊടുക്കുക 2. അപ്പൊ എന്താ കിട്ടുക? 2 + 3. ഉത്തരം എന്താ വരിക? 5. ഇത്ര ഉള്ള പരിപാടി. ഇതിനൊക്കെ എളുപ്പമെവിടെയെങ്കിലും കിട്ടും. അപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സിന്റെ അവിടെ ആ നമ്പർ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്ര ഉള്ള പരിപാടി. ഓക്കെ, ഭയങ്കര ഈസിയാണ്. അപ്പൊ അടുത്ത് നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പൊ എങ്ങനെയാ വരിക? ഈ എക്സിന്റെ സ്ഥാനത്ത് ആരിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. പോളിനോമിയൽ അല്ലേ? അപ്പൊ എന്താ വരിക? 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ. അപ്പൊ 1 ക്യൂബ് എത്രയാ? 1 പ്ലസ് 1 സ്ക്വയർ എത്രയാ? 1. അപ്പൊ ഉത്തരം എത്ര കിട്ടും? 2. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈസി ആണല്ലേ? അടുത്ത് നോക്കി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 1. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ആരിടണം? 0 ഇടും.
അപ്പൊ എന്തായി മാറും 0 ക്യൂബ് മൈനസ് 3 into 0 സ്ക്വയർ മൈനസ് 1 അല്ലെ. അപ്പൊ എന്ത് വരും 0 ക്യൂബ് എന്ന് വെച്ചാൽ 0, 3 into 0 എന്ന് വെച്ചാൽ 0, ബാക്കി അപ്പൊ എന്താ ഉള്ളത് -1. എളുപ്പമല്ലേ, ഭയങ്കര ഈസി ആണല്ലേ. അടുത്ത എന്താ നോക്കി, ലിമിറ്റ് എക്സ്റ്റെൻസ്, ഇത് ശ്രദ്ധിക്കാം കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 plus x plus x square plus x cube plus etc plus എന്നാണ് x raised to 10. അപ്പൊ എന്താ ഉത്തരം വരിക? ഇവിടെ ശ്രദ്ധിച്ച്, ഈ x ഇവിടെ ഇട്ട് കൊടുത്താൽ എങ്ങനെയായി മാറുന്നത് ശരിക്കും? 1 പ്ലസ് ഇവിടേക്ക് x പ്ലസ് x സ്ക്വയർ പ്ലസ് x ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എവിടം വരെ ഉണ്ട്? x raised to 10. ടോട്ടൽ എത്ര ഉണ്ട്? 10 എണ്ണം അല്ലേ ഉള്ളത്? എത്ര ഉള്ളത്? 10 എണ്ണം. 1ന് ഏത് പോറന്നാലും 1 അല്ലേ ഉത്തരം. അപ്പോ x മുതൽ x raised to 10 വരെ 1 അങ്ങ് കൂട്ടി ചെയ്താൽ മതി. അപ്പൊ എത്ര? 1 + 1 + 1 + 1 + 1 + 1 10 എണ്ണം അല്ലേ? എത്ര? 10. 1 + 10 എത്ര വരും? 11. ഈസി അല്ലേ, ഭയങ്കര എളുപ്പമാണ്. അടുത്ത് നോക്കി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -1. ഇവിടെ വന്നിരിക്കുന്നത് 1 plus x plus x square plus x cube plus etc plus x raised to 10. ഇപ്പൊ ഇവിടെ എന്താണ്? -1 ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് -1? എന്താണ് ഈ -1ന്റെ പ്രത്യേകത? -1ന് പവർ ആയിട്ട് ഒരു ഇവൺ വന്നു കഴിഞ്ഞാല്, -1 പവർ ആയിട്ട് എന്താ വന്നു കഴിഞ്ഞാല് ഇവൺ വന്നു കഴിഞ്ഞാല് അതെന്തായി മാറും? 1 ആയി മാറും അല്ലെ. -1ന് പവർ ആയിട്ട് ഒരു ഓഡ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതെന്തായിരിക്കും? -1 ആയിരിക്കും. ഈ ഒരു ഐഡിയ എപ്പോഴും വേണം. -1 മുകളിൽ പവർ ആയിട്ട് എന്ത് വന്നാല് ഇവൺ വന്നു കഴിഞ്ഞാല് അതെന്തായി മാറും? +1ഉം. -1ന് പവർ ആയിട്ട് ഒരു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും? -1 ആയിട്ട് മാറും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് -1 ഹോൾ സ്ക്വയർ ഉത്തരം എന്തായിരിക്കും? 1. ഇവൺ വന്നുകൊണ്ടാണ്. -1 ഹോൾ ക്യൂബ് ഉത്തരം എന്തായിരിക്കും? -1. കാരണം എന്താ? അവിടെ ഓഡ് വന്നാണ്. ഈ ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണം. ഇവൺ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും, ഓഡ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഈ ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രോബ്ലം എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, ഇവിടെ ഉള്ളത് എന്താ? 1 plus x plus x square plus x cube plus etc plus x raised to 10 അല്ലേ. ഇവിടെ -1 അല്ലേ കൊടുക്കണ്ടേ? ഈ ആദ്യത്തെ 1 അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ഇവിടെ x-ന് എന്തായിരിക്കും? 1. അടുത്തത് എന്താ? ഇങ്ങനെ ഓരോന്ന് കൂട്ടി വെക്കും. ഇവിടെ -1, ഇവിടെ -1 ഹോൾ സ്ക്വയർ, അടുത്തത് എന്താ? -1 ഹോൾ ക്യൂബ്, അങ്ങനെ അങ്ങനെ പോവല്ലേ. അപ്പൊ ഇവിടെ എന്ത് പറ്റും? ഈ -1ഉം -1 ഹോൾ സ്ക്വയറും ക്യാൻസൽ ആവും അല്ലെ. കാരണം എന്താ? -1 പ്ലസ് -1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1 അല്ലേ, അത് ക്യാൻസൽ ആവും. അത് -1 ക്യൂബും പ്ലസ് -1 ഹോൾ റേസ്റ്റ് 4ഉം ക്യാൻസൽ ആവും. അങ്ങനെ ക്യാൻസൽ ആയി പോവും അല്ലെ. കാരണം എന്താ? x raised to 10 വരെ നോക്കുമ്പോൾ അതിൽ 5 ഓഡ് നമ്പർ ഉണ്ട്, അപ്പൊ 5 നെഗറ്റീവ് 1 വരും. 5 വൺ നമ്പർ ഉണ്ട്, അപ്പൊ 5 പോസിറ്റീവ് വരും. അവര് മൊത്തം ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സിമ്പിൾ ആണ്, എളുപ്പത്തിൽ ചെയ്യാം അല്ലെ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ലിമിറ്റ് ഇത്ര നേരം x ആയിരുന്നില്ലേ, എപ്പോഴും x തന്നെ വരണമെന്നില്ല, എക്സിന് വരും വേറെ ഏതെങ്കിലും വേരിയബിൾസ് വരാം. ഇവിടെ എന്ത് വന്നു? r tends to 1 kr സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? k എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് പുറത്തെടുത്തു, ലിമിറ്റ് ആർക്ക് മാത്രം കൊടുക്കുക? ലിമിറ്റ് നമ്മുടെ r-ന് മാത്രം കൊടുക്കുക. ലിമിറ്റ് r tends to 1 r സ്ക്വയർ. അപ്പൊ ഈക്വൽ ടു എന്ത് വരും? k ഇൻറ്റു ഈ r-ന്റെ അവിടെ 1 കൊടുക്കുക, അപ്പൊ എന്താ? 1 സ്ക്വയർ. അപ്പൊ k ഇൻറ്റു 1 സ്ക്വയർ വെച്ചാൽ k ഇൻറ്റു 1. k ഇൻറ്റു 1 എന്താ? k. എളുപ്പമാണ്. അടുത്ത നോക്കി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ x മൈനസ് 22 ഡിവൈഡഡ് ബൈ 7. അപ്പൊ എക്സിന്റെ അവിടെ നമ്മൾ ആരെ കൊടുക്കണം? പൈനെ കൊടുക്കണം. എക്സിന്റെ അവിടെ ആരെ കൊടുക്കണം? പൈ അല്ലെ. അപ്പൊ എങ്ങനെയായി മാറും? പൈ മൈനസ് 22/7. എന്റെ മക്കൾ എന്താ മനസ്സിലാക്കണ്ടേ? പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈന്റെ വാല്യൂ എത്രയാ? 22/7 ആണ്. അറിയാത്തവർ പഠിക്കണം. ഇവിടെ എന്ത് വരും? 22/7 മൈനസ് 22/7. അപ്പൊ ഉത്തരം എന്താ? 0. ഓക്കെ, അടുത്ത് നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x ക്യൂബ് മൈനസ് x സ്ക്വയർ പ്ലസ് 1. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കാല്ലോ, അപ്പൊ എന്താ വരിക? 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1. അപ്പൊ എന്താ വരിക? 1 ക്യൂബ് എന്ന് വെച്ചാൽ 1, 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1. അപ്പൊ 1 മൈനസ് 1 എന്താ? 0. പിന്നെ പ്ലസ് 1. അപ്പൊ 0 പ്ലസ് 1 എന്ന് വെച്ചാൽ എത്രയാ? 1. കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേഗം ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x into x plus 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കണമല്ലോ. അപ്പൊ എങ്ങനെ വരും ശരി? 3 into 3 plus 1 ഇങ്ങനല്ലേ വരിക? എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ 3 into 3 plus 1. അപ്പൊ ആദ്യം ബ്രാക്കറ്റിനുള്ള ആളെ ചെയ്യണ്ടേ? അപ്പൊ എന്ത് വരും? 3 into 3 plus 1 എന്ന് വെച്ചാൽ എത്രയാ? 4. 3 into 4 അപ്പൊ ഉത്തരം എന്ത് കിട്ടും? 12 വന്ന് കിട്ടും. ഇത്രയുള്ള പരിപാടി.
അടുത്ത നോക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 1. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെ ഇട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ എന്ത് വരും? 3 into 2 സ്ക്വയർ മൈനസ് 5 into 2 പ്ലസ് 1. അപ്പൊ 3 into 2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 4 അല്ലേ? മൈനസ് 5 into 2 പ്ലസ് 1. അപ്പൊ 3 into 4 എത്രയാ? 12 മൈനസ് 5 into 2 10 പ്ലസ് 1. കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളൂ. അപ്പൊ 12 10 കുറച്ച് കഴിഞ്ഞാൽ 2 പ്ലസ് 1 എത്രയും 3 അല്ലെ? സോ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? ലിമിറ്റ് ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ആ പഠിച്ചു തീർത്തെ. ഇപ്പൊ ലിമിറ്റ് ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ഭയങ്കര എളുപ്പമല്ലേ? ഇതിനേക്കാൾ എളുപ്പമായിട്ട് എവിടെയെങ്കിലും കിട്ടുമോ? എന്താ നമ്മൾ ചെയ്യുന്നത്? എക്സിന് ഏതാണോ വാല്യൂ തന്നിരിക്കുന്നത് ആ വാല്യൂ അങ്ങ് പിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. രണ്ടാമത്തെ ടോപ്പിക്കാണ് ലിമിറ്റ്സ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ. ഒരു റാഷണൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം എന്താണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് അറിയാം. എന്താ റാഷണൽ ഫംഗ്ഷൻ? ദ ഫംഗ്ഷൻ ഇൻ ദ ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫംഗ്ഷൻ മുകളിലും ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ താഴെ ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ന്യൂമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഇത്രയുള്ള സിമ്പിൾ ആണ് കാര്യം. ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ, ന്യൂമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡിവിഷൻ വരുമ്പോ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് അപ്ലൈ ചെയ്യും. നേരത്തെ പഠിച്ചില്ലേ? ഇവിടെ നോക്കി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ അതിൽ കണ്ടീഷൻ ഉണ്ട്, ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സ് എന്താവണം? പോളിനോമിയൽസ് ആവണം. എന്താണ് പോളിനോമിയൽ? പോളിനോമിയൽ എന്താ നമുക്കറിയാലോ. ഇപ്പൊ ദെൻ താഴെ കിടക്കുന്ന ആൾ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇതൊക്കെ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിമിറ്റ് രണ്ടുപേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായി മാറും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എ അല്ലെ ഡിവൈഡഡ് ബൈ താഴെ എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എച്ച് ഓഫ് എ. അങ്ങനെയാവും. ലിമിറ്റ് അങ്ങ് രണ്ടിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തില്ലേ ആ സെയിം സംഭവം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ? ആലോചിച്ച് നോക്കുക, ഡിവിഷൻ ആണോ ലിമിറ്റ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് ജി ഓഫ് എ ആൻഡ് എച്ച് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 ആയാല് നിങ്ങൾ 0/0 വെട്ടിയിട്ട് 1 എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, സോ 0/0 ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുക നോട്ട് ഡിഫൈൻ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് വിളിക്കും. എന്ത് ഫോമാ? ഇൻഡിറ്റർമിനേറ്റ് ഫോം. ചില പ്രോബ്ലത്തിൽ അങ്ങനെയായി മാറും. നിങ്ങൾ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അത് 0/0 ഫോം ആവും. 0/0 ഫോം ആയാൽ അവരാണ് എന്തെന്ന് വിളിക്കുക? ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ആ മാർക്കൊന്നും കിട്ടൂല. ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയാൽ we have to factorize or simplify the limit. നമ്മൾ എന്ത് ചെയ്യണം? ആ ലിമിറ്റിനെ സിംപ്ലിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഞാൻ പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഏതാ? ലിമിറ്റ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ ആണ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്നതായിരിക്കും. ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. ലിമിറ്റ് നിങ്ങൾക്ക് നേരെ അങ്ങ് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ആ ഒരു സ്പെഷ്യൽ കേസ് സ്റ്റാർ ഇട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ജി ഓഫ് എയും എച്ച് ഓഫ് എയും 0 ആയാല് 0/0 ഫോം ആവും. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡിറ്റർമിനേറ്റ് ഫോം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, സോ നേരെ ചോദ്യത്തിലോട്ട് പോവാണ്. ചോദ്യം നോക്കൂ. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്. ഈ താഴെ തന്നിരിക്കുന്ന ലിമിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കാനാണ് പറയണത്. അതിൽ ഫസ്റ്റ് നോക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x + 3 ഡിവൈഡ് ബൈ x - 2 അല്ലേ? അപ്പൊ നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യാന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നേരെ എന്ത് ചെയ്യാം? ഈ എക്സിന്റെ വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാവും? 4 into എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുക്കണം +3 അതല്ലേ പറയുന്നത്, ഡിവൈഡഡ് ബൈ താഴെ എന്താ വരും? 4 - 2. അപ്പൊ എന്ത് വരും? 4 into 4 അല്ലേ 16 വരും അല്ലെ? 16 + 3 എത്ര വരും? 90 ഡിവൈഡഡ് ബൈ 4 - 2 അപ്പൊ 19/2 എന്ന് വരും. അപ്പൊ ഇത് റാഷണൽ ഫംഗ്ഷൻ അല്ലേ? ഡിവിഷൻ ആയിട്ടല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? എക്സിന്റെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്രശ്നം ഇപ്പൊ മാത്രമേ ഉള്ളൂ, 0/0 ആയാലും ഇവിടെ 0/0 ആവണില്ലല്ലോ. അപ്പൊ ഇത് മതി. ദെൻ അടുത്ത നോക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x raised to 10
പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ആരിടണം? -1 ഇടണം അല്ലെ. സോ ഞാൻ -1 ഇട്ടാൽ എങ്ങനെയാവും? -1 ഹോൾ റേസ് ടു 10 പ്ലസ് -1 ഹോൾ റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1 എക്സ് ഉള്ളിടത്തൊക്കെ -1 ഇട്ടു. നേരത്തെ പഠിച്ചില്ലേ, -1 ഹോൾ റേസ് ടു 10 അല്ലേ. -1 മുകളിൽ ഒരു ഇവൺ നമ്പർ ആ വന്നത്. ഇവൺ നമ്പർ വന്നാൽ അത് പോസിറ്റീവ് ആവൂല. അപ്പൊ 1 -1 ഹോൾ റേസ് ടു 5. അപ്പൊ -1 മുകളിൽ വന്നിരിക്കുന്ന ഒരു ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ആയി കിടക്കുമല്ലോ. അപ്പൊ -1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ താഴെന്താ -1 കൂട്ടിയാ -2 അല്ലെ. അപ്പൊ ഈ +1 -1 ക്യാൻസൽ ചെയ്യാൻ ഉത്തരം എന്ത് വരും? 1/-2 എന്ന് വരും. ഓക്കെ, ഇത്ര ഉള്ള പരിപാടി. അടുത്ത നോക്കുക. ലിമിറ്റ് x → 0 ax + b ഡിവൈഡ് ബൈ cx + 1. എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? ഞാൻ 0 കൊടുക്കണം. എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 0 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായി മാറും? a × 0 + b ഡിവൈഡഡ് ബൈ c × 0 + 1. ഏതൊരു സ്ഥാനത്ത് 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെയല്ല കിട്ടുക. അപ്പൊ a × 0 എന്താ? 0 + b എന്താ? b ഡിവൈഡ് ബൈ താഴെ c × 0 എന്താ? 0 + 1 എത്രയാ? 1. അപ്പൊ b/1 എന്താ വരിക? b. ഇത്രയുള്ള പരിപാടി. അടുത്ത ലിമിറ്റ് x → 1 ax² + bx + c ഡിവൈഡഡ് ബൈ cx² + bx + a. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുക? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ എങ്ങനെയായി മാറും? a × 1² പ്ലസ് b × 1 പ്ലസ് c ഡിവൈഡഡ് ബൈ c × 1² പ്ലസ് b × 1 പ്ലസ് a. എക്സ് ഉള്ളിടത്തൊക്കെ 1 ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു a × 1² എന്താ? a × 1 a പ്ലസ് b × 1 എന്താ? b പ്ലസ് c ഡിവൈഡഡ് ബൈ c × 1² എന്താ? c പ്ലസ് b × 1 എന്താ? b പ്ലസ് a. അപ്പൊ നോക്കി മുകളിൽ ഇപ്പൊ a പ്ലസ് b പ്ലസ് c അതന്നെയല്ലേ തിരിച്ചിങ്ങനെ വെച്ച് a പ്ലസ് b പ്ലസ് c സെയിം സാധനം നടക്കുന്നേ. ഒന്ന് തിരിച്ചു ചെയ്യുന്നുള്ളൂ. സോ മുകളിലും താഴെ സെയിം ആളൊന്ന് ക്യാൻസൽ ചെയ്യാം. ഉത്തരം എന്തെന്ന് എഴുതാം? 1. ഇത്രയുള്ള പരിപാടി. ഈസി അല്ലേ? സോ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്? ലിമിറ്റ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇനി ചെയ്യുന്ന രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. സോ നമ്മളിവിടെ നോക്കിയോ, ഇവിടെ ലിമിറ്റ് x → 2 x² - 4 ഡിവൈഡഡ് ബൈ x - 2. എക്സിന് സ്ഥാനത്ത് 2 ഇട്ടെന്ന് വിചാരിക്കട്ടോ. 2 ഇട്ടാൽ എന്ത് പറ്റും? 2² - 4 ഡിവൈഡഡ് ബൈ 2 - 2 അല്ലെ. ഇപ്പൊ 2² എത്രയാ? 4 - 4 ഡിവൈഡഡ് ബൈ 2 - 2 എന്ത് പറ്റും? 4 - 4 0 ബൈ 2 - 2 0 0/0. ഇങ്ങനെ ഇതെല്ലാം മാർക്ക് കിട്ടുമോ? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. 0/0 എന്ന് വെച്ചാൽ which is in എന്ത് ഫോമാ? ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇൻഡിറ്റർമിനേറ്റ് ഫോമാ. അപ്പൊ ഇങ്ങനെ ഇത് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം 0/0 ആണ്. ഞാൻ അതിനെ പിടിച്ച് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അല്ലെ ഞാൻ ആളെ പിടിച്ച് എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. അപ്പോഴേ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി 0/0 ആണെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആളെ ഫാക്ടറൈസ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ എല്ലാം കളഞ്ഞു, ഒന്നുകൂടി ചെയ്യാൻ പോകണ്ട. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യണം ആദ്യം 0/0 ആണെന്ന്. അപ്പൊ ഞാൻ ഇതിനൊന്ന് ഭംഗിയാക്കി എഴുതാണ്. ഭംഗിയാക്കി ഇതിനെ നോക്കിക്കോട്ടെ. ലിമിറ്റ് x → 2 ഇവിടെ x² ഇല്ലേ? x² മൈനസ് ഈ 4 ഉണ്ട്. 4നെ ഞാൻ 2² എന്ന് എഴുതിയ പ്രശ്നമുണ്ട്. 2² ആണല്ലോ 4 ഡിവൈഡഡ് ബൈ താഴെന്താണ്? x - 2. അപ്പൊ മുകളിൽ ഇപ്പൊ x² - 2² എന്നല്ല എടുക്കണേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ a² - b² എന്താ? a - b into a plus b അല്ലേ? a² - b² എന്നാണ് a - b into a plus b. ഇവിടെ നോക്കടാ, x² - 2² എന്തായിരിക്കും? എയുടെ സ്ഥാനത്ത് x കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പൊ എങ്ങനെയായി മാറും? x - 2 into x plus 2. ഇങ്ങനെ ഇരിക്കൂടെ? പ്രശ്നം ഉണ്ടോ? ഇല്ല. ഞാൻ ഇയാളൊന്ന് ഭംഗിയാക്കി എഴുതാണ്. ലിമിറ്റ് x → 2 ഇവിടെ x² - 2² ഉണ്ടോ? ആ x² - 2² എനിക്ക് എങ്ങനെ എഴുതാം? x - 2 into x plus 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? x - 2.
സോ മുകളിലും താഴെ സെയിം ആയ ആൾ വന്നില്ലേ? മുകളിൽ ഒരു എക്സ് മൈനസ് ടു, താഴെയും ഒരു എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, മുകളിൽ എന്തുണ്ട്? എക്സ് പ്ലസ് 2. ഇനി എക്സിന് വാല്യൂ കൊടുത്ത് നോക്കി. ഇപ്പൊ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? 2 + 2, ഉത്തരം എന്ത് വരും? 4. കണ്ട? സോ നേരത്തെ 0/0 ആയിരുന്നു, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിരുന്നു. ഇപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാ? ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. അടുത്തത് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, x cube minus 2x square divided by x square minus 5x plus 6 ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം അല്ലെ? സോ മോൾ നോക്കി, ഇത് നിങ്ങൾ 2 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ക്യൂബ് മൈനസ് 2 into 2 square divided by 2 square minus 5 into 2 plus 6. എക്സ് ഉള്ളിടത്തൊക്കെ ഞാൻ 2 ഇട്ട് കൊടുത്തു. ഇത്ര ഇതുള്ള പരിപാടി. സോ എന്ത് പറ്റും? 2 ക്യൂബ് അല്ലേ? എന്തായിരുന്നു 2 ക്യൂബ്? 2 ക്യൂബ് 8 അല്ലേ? മൈനസ് 2 into 2 സ്ക്വയർ എത്രയാ? 4. അപ്പൊ 2 into 4 എത്രയാ? 8 ഡിവൈഡഡ് ബൈ താഴെ 2 സ്ക്വയർ എന്താ? 4 മൈനസ് 5 into 2 എന്താ? 10 പ്ലസ് 6 ഈക്വൽ ടു 8 മൈനസ് 8 0 ഡിവൈഡ് ബൈ ഇവിടെ 4 മാർക്ക് കൂട്ടിയ 10, 10 മൈനസ് 10 0, 0/0, വിച്ച് ഈസ് ഇൻ എന്ത് ഫോം? ഇൻ ഡിറ്റർമിനേറ്റ് ഫോം. ഇങ്ങനെ എഴുതിയ വല്ല മാർക്ക് നമുക്ക് കിട്ടുമോ? ഇല്ല. പക്ഷെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം 0/0 ആണ്, എന്നാ മാത്രം നമ്മൾ സിംപ്ലിഫിക്കേഷനിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യണ്ട. അപ്പൊ എനിക്ക് 0/0 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സിംപ്ലിഫൈ ചെയ്യാൻ പോവാ. ഞാനിവിടെ സിംപ്ലിഫൈ എന്ന് നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോ. ഞാനൊന്ന് ഭംഗിയാക്കിയതിനെ എങ്ങനെയാന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, മോളുള്ളത് എക്സ് ക്യൂബ് മൈനസ് 2x square എന്നല്ലേ? ഇവിടെ എന്താണത്? എക്സ് ക്യൂബ് മൈനസ് 2x square. രണ്ടിലും ആര് കോമൺ ഉണ്ട്? എക്സ് സ്ക്വയർ കോമൺ ഇല്ലേ? ഇപ്പൊ ഞാൻ രണ്ടിന്നും ഒരു എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ അപ്പൊ എന്ത് ഓപ്പൺ ചെയ്യണം? ബ്രാക്കറ്റ്. ദെൻ ഇവിടുന്ന് എക്സ് ക്യൂബ് ചെയ്യുന്ന എക്സ് സ്ക്വയർ പോയി, 3 2 പോയി, ബാക്കി എന്തുള്ളൂ? എക്സ് മൈനസ് ഇവിടെ 2x square അല്ലേ? 2x square എക്സ് സ്ക്വയർ മൊത്തം പോലെ എന്താണ്? 2 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്താ നടക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ അറിയാലോ. എങ്ങനെയാ ഫാക്ടേഴ്സ് ആക്കി എഴുതാ? രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എക്സിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആള് അഥവാ എന്ത് കിട്ടണം? -5 കിട്ടണം. ആ സെയിം നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് കിട്ടണം? ലാസ്റ്റ് നമ്പറായ 6 കിട്ടണം. ഏതാണ് ആ രണ്ട് നമ്പർ? അങ്ങനെ ആലോചിക്കണ്ടേ. രണ്ട് നമ്പറുകൾ കൂട്ടുമ്പോൾ എക്സിന് ഫ്രണ്ടിൽ കിടക്കുന്ന -5 കിട്ടണം. ആ സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 6 കിട്ടണം. ഏതാണ് ആ നമ്പേഴ്സ് എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ മനസ്സിലോട്ട് വരും അല്ലെ? 6 കിട്ടണം അല്ലെ? ഇപ്പൊ 2 into 3 6 അല്ലേ? 2 into 3 ആണ് 6. അതിന് 2ന് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നോക്ക്, -2 -3, -2ഉം -3ഉം കൂട്ടിയാൽ -5 കിട്ടും. ആ സെയിം രണ്ട് നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. -2 into -3, -2 into -3 ചെയ്ത് കഴിഞ്ഞാൽ -1 ക്യാൻസൽ ആവും. 2 into 3 6 കിട്ടും. ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാം? ആ എക്സ് ചേർത്ത് എഴുതാം അല്ലെ? അപ്പൊ എങ്ങനെ? x-2 into x-3 എന്ന് എഴുതാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ ഫാക്ടറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ നല്ല വൃത്തിക്ക് അറിയണം കേട്ടോ. അറിഞ്ഞുകൂടെങ്കിൽ അത് ആദ്യം പോയി പഠിക്കുക, എന്നിട്ട് വന്നിരുന്നിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് കാണാം. അപ്പൊ എങ്ങനെയാണ്? രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോ എക്സിന് ഫ്രണ്ടിലുള്ള ആളും ആ രണ്ട് സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് കിടക്കുന്ന നമ്പറും കിട്ടണം. അപ്പൊ ആ നമ്പേഴ്സ് വാട്ടർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? -2 -3. അവർ എക്സ് ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പൊ അവരെ ഫാക്ടേഴ്സ് ആക്കി എഴുതും. ഇനി ഒന്ന് നോക്കി ഇപ്പൊ നമുക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. അങ്ങനെ സിംപ്ലിഫിക്കേഷനോ ഫാക്ടറൈസേഷനോ കഴിഞ്ഞാൽ മുകളിലും താഴെയും ക്യാൻസൽ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും? ഇവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? മുകളിലത്തെ x-2 താഴത്തെ x-2 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ x-3. ഇവർക്കൊന്ന് എക്സ് കൊടുത്ത് നോക്കിയപ്പോ എന്ത് കിട്ടും? 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 -3. 2 സ്ക്വയർ എത്രയാ? 4 ഡിവൈഡ് ബൈ 2 -3 എത്രയാ? -1. 4 by -1 എത്രയാ? -4. കണ്ട ഉത്തരം കിട്ടിയില്ലേ? നേരത്തെ 0/0 ആയിരുന്നു, പക്ഷെ സിംപ്ലിഫൈ ചെയ്തപ്പോ ഉത്തരം കിട്ടിയാണ്ടോ? പക്ഷെ ഇതുപോലെ നന്നായിട്ട് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ,
Then നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ഡിവൈഡ് ബൈ താഴെ എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. സോ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിയോ. ഞാൻ ഇയാളെ ഭംഗിയാക്കാണ്ട് നോക്കിയോ. ഇതൊക്കെ നിങ്ങൾ എക്സിന് 2 കൊടുത്ത് നോക്കുക, 0/0 ആണ് വരിക കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയോ. അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യണത്. കുറെ നേരങ്ങളുണ്ടല്ലോ, അപ്പൊ ഞാൻ പിന്നെ അതിലോട്ട് വാല്യൂസ് ഇട്ട് കൊടുത്ത് ചെയ്യണില്ല. നോക്കിയാൽ നിങ്ങൾക്ക് 0/0 കിട്ടും, ഉറപ്പാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്, സിംപ്ലിഫൈ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മുകളിലത് എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x അല്ലേ. എല്ലാത്തിലും ആര് കോമൺ, എക്സ് കോമൺ. ഞാൻ ആ എക്സിനെ അങ്ങ് പുറത്തെടുത്താൽ എന്തോ ഓപ്പൺ ചെയ്യണം, ബ്രാക്കറ്റ്. എക്സ് ക്യൂബ് എക്സ് പോയാൽ ബാക്കി എന്തുണ്ടാവും, എക്സ് സ്ക്വയർ മൈനസ് 4 എക്സ് സ്ക്വയറിൽ എക്സ് പോയാൽ ബാക്കി എന്തുണ്ടാവും, എക്സ് പ്ലസ് 4x എക്സ് പോയാൽ ബാക്കി എന്തുണ്ടാവും, 4. പുറത്തെടുക്കാൻ നന്നായിട്ട് അറിയണം കേട്ടോ. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എക്സ് സ്ക്വയർ മൈനസ് 4 ലൈൻ എനിക്ക് ഭംഗിയാക്കിയിട്ട് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എഴുതാൽ. അടുത്ത സ്റ്റെപ്പിൽ നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു മുകളിൽ കിടക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 അല്ലേ, ഫാക്ടറൈസേഷൻ. ഏതോ 2 നമ്പർ കൂട്ടുമ്പോൾ എക്സിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന -4ഉം ആ സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് കിടക്കുന്ന നമ്പറായ 4ഉം കിട്ടണം. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഏതാണ് നിങ്ങൾക്ക് അറിയാലേ, -2 -2 അല്ലേ. -2 കൂട്ടിയാൽ എത്ര കിട്ടും, -4. -2 ഇൻറ്റു -2 എന്തായിരിക്കും, +4. അപ്പൊ നമുക്ക് മുകളിലത്തെ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. എക്സ് ചേർത്ത് പറയണം, ഫാക്ടേഴ്സ് ആക്കാൻ. ചിലർക്ക് കാണുമ്പോ തന്നെ പറയാൻ പറ്റും എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. സാറേ എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 അല്ലേ. എല്ലാവർക്കും അങ്ങനെ കിട്ടിയെന്ന് വരില്ലല്ലോ. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സൈഡ് ചെയ്ത് കാണിക്കുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അല്ലേ. അപ്പൊ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഉപയോഗിച്ചുകൂടെ. എങ്ങനെയാ, നമ്മൾ നേരത്തെ പഠിച്ച എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തായിരുന്നു, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയറിന് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. മുകളിലത്തെ എന്തായാലും സെയിം അയാളൊന്ന് ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ ഞാൻ ആരെ ക്യാൻസൽ ചെയ്യും, ഇവിടുത്തെ ഒരു എക്സ് മൈനസ് 2 ഇവിടുത്തെ ഒരു എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താണുള്ളത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇവിടുന്നുണ്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. then x ന് വാല്യൂ എടുത്തു നോക്ക്. അപ്പൊ എന്തായി മാറും, 2 ഇൻറ്റു 2 മൈനസ് 2 ഡിവൈഡ് ബൈ താഴെ എന്താ വരിക, 2 പ്ലസ് 2. അപ്പൊ 2 ഇൻറ്റു ഇവിടേക്ക് 2 മൈനസ് 2 അല്ല, എന്താ 0 ഡിവൈഡ് ബൈ താഴെ 2 പ്ലസ് 2 എത്രയാണ്, 4. അപ്പൊ 0/4 എന്താ 0. 0 ഉത്തരം വന്നാൽ കുഴപ്പമില്ല, എന്തുത്തരം വന്നാലേ പ്രശ്നം, 0/0 വന്നാലേ പ്രശ്നം. 0/4 നിങ്ങൾക്ക് നിന്ന് എഴുതാം, 0 എന്ന് എഴുതാം. 0നെ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും ഉത്തരം തന്നെയാണ് 0 തന്നെയാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, റാഷണൽ ഫംഗ്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ഓഫ് ലിമിറ്റുകളാണ് പഠിച്ചത്. ലിമിറ്റ് ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ പഠിച്ചു, ലിമിറ്റ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ പഠിച്ചു. റാഷണൽ ഫംഗ്ഷനിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി വെരി ഇമ്പോർട്ടന്റ് ഏതാ, ആ 0/0 അഥവാ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരും. അപ്പൊ അതിനെ സിംപ്ലിഫൈ അറിയണം. അത് എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാലോചിക്കുക. ഒന്നെങ്കിൽ ഫാക്ടറൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും. ദെൻ തിയറം, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹയർ പവറുകൾ വരുമ്പോ, വലിയ വലിയ പവറുകളൊക്കെ വരുമ്പോ, ഇപ്പൊ നിങ്ങൾക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒക്കെ ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് a⁵ മൈനസ് b⁵ വലിയ വലിയ പവറുകൾ വരുമ്പോൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഒരു തിയർ ഉണ്ട്. തിയർ ഇതാണെന്ന് ചോദിക്കോ, ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് വെച്ചാൽ അറിയാലോ, പോസിറ്റീവ് ആയ ഒരു പൂർണ്ണസംഖ്യ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു a x⁻n മൈനസ് a⁻n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് a വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എന്തെന്ന് എഴുതാം, n ഇൻറ്റു a⁻n - 1 എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് ഒരു നമ്പറിലോട്ട് പോണ്, ദെൻ x⁻ ഒരു പവർ ഉണ്ട്, മൈനസ് ആ നമ്പർ റേസ്റ്റ് സെയിം പവർ ഉണ്ടെന്ന് വിചാരിക്കും, ഡിവൈഡഡ് ബൈ ആ മുകളിൽ കിടക്കുന്ന എക്സ് മൈനസ് എ തന്നെ താഴെ വന്നാല് നിങ്ങൾക്ക് ഉത്തരം എന്തെന്ന് എഴുതാം, n ഇൻറ്റു a⁻n - 1. സിംപ്ലി പറഞ്ഞാൽ ഇവിടുത്തെ പവർ ഇൻറ്റു a⁻ പവർ എന്ന് കുറയ്ക്കും. പവർ ഇൻറ്റു
എ റൈസ് ടു എന്ത് ചെയ്യുക പവർ എന്ന് കുറയ്ക്കുക. എക്സാമ്പിൾ ഞാൻ കാണിച്ചു ചിലപ്പോ ഇങ്ങനെയെന്ന് വിചാരിക്കും. അവിടെ ശ്രദ്ധിച്ചു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 then ഇവിടെ നോക്കിയേ എക്സ് റൈസ്ഡ് ടു 2 മൈനസ് 2 റൈസ്ഡ് ടു 2 ഡിവൈഡഡ് ബൈ ഇവിടെ വന്നിരിക്കുന്നത് എക്സ് മൈനസ് 2 ഇങ്ങനെയാന്ന് വരിക്കും. ഇവിടെ എന്താ പ്രത്യേകത, എക്സ് ടെൻസ് ടു 2 അല്ലേ, ഇവിടെ എക്സ് റൈസ്ഡ് ടു ഒരു പവർ ഉണ്ട് മൈനസ് 2 റൈസ്ഡ് ടു ഒരു പവർ ഉണ്ട്. ആ പവർ കളഞ്ഞുള്ള ആള് താഴെ വന്നാല് പിന്നെ കുറെ സിംപ്ലിഫിക്കേഷൻ ഒന്നും നിൽക്കണ്ട. ഉത്തരം എന്തെന്ന് എഴുതുക പറഞ്ഞേ, പവർ ഇൻറ്റു എ റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. പവർ ഇൻറ്റു എ റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. അവിടെ പവർ എത്ര 2 ഇൻറ്റു കണ്ടോ, പവർ ഇൻറ്റു എ റൈസ് ടു പവർ എന്ന് കുറയ്ക്കാല്ലേ. ഇവിടെ എ ആരാ നമ്മുടെ 2 റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. 2 എന്ന് കുറച്ച് എത്രയാ 1. അപ്പൊ എന്താ വരിക 2 ഇൻറ്റു 2 എത്ര 4. ഇത്രയുള്ള പവർ സിമ്പിൾ ആണ്. എക്സിന് മുകളിൽ ഒരു പവർ ഉണ്ട് മൈനസ് നിങ്ങളുടെ നമ്പറിന് മുകളിൽ ഒരു പവർ ഉണ്ട് ഡിവൈഡഡ് ബൈ ആ പവർ കളഞ്ഞുള്ള ആള് താഴെ വന്നാല് നിങ്ങൾ എന്താ ചെയ്യണ്ടേ, പവർ ഇൻറ്റു എ റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. വേറെ എക്സാമ്പിൾ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ലിമിറ്റ് ഇങ്ങനെ എന്തായിരിക്കും എക്സ് ടെൻസ് ടു 3 പിന്നെ എന്തായിരിക്കും എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 ഇങ്ങനെയാന്ന് വിചാരിക്കും. ഇത് സെയിം കേസ് അല്ലേ ഇവിടെ. അപ്പൊ നമ്മൾ എന്താ ഉത്തരം എഴുതാം, പവർ ഇൻറ്റു ഇവിടുത്തെ പവർ എത്രയാ 3 ഇൻറ്റു എ റൈസ് ടു ഇവിടെ 3 റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. അപ്പൊ 3 കുറച്ച് കഴിഞ്ഞാല് 2. അപ്പൊ 3 ഇൻറ്റു 3 സ്ക്വയർ എത്രയാണ് 9. അപ്പൊ 3 ഇൻറ്റു 9 എത്ര വരും 27. ഇങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ഈ തിയറത്തി പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഇത് വെച്ചൊരു പ്രോബ്ലം വരും. ഓക്കെ, അപ്പൊ ഈ തിയറം എന്ത് ചെയ്യാം നന്നായിട്ട് നോക്കി നോക്കുക കേട്ടോ. അത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് ഇനി. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇവിടെ എക്സ് റൈസ് ടു 5 മൈനസ് 32 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. അപ്പൊ ആദ്യം നിങ്ങൾ എക്സിന് 2 കൊടുത്തു നോക്കുക. അപ്പൊ 0/0 എന്തായി മാറും 0/0. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇയാളെ തിയറ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊന്ന് ഭംഗിയാക്കി എഴുതാണ്. ഇങ്ങനെ എഴുതിക്കൂടെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 5 മൈനസ് ഇവിടെ 32 അല്ലേ, 32 എനിക്ക് 2 റൈസ് ടു 5 എന്ന് എഴുതിക്കൂടെ. ഒന്ന് ചിന്തിച്ചു നോക്കും. 32 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും 32 എന്ന് കിട്ടും. നോക്കി നോക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട്. ഡിവൈഡഡ് ബൈ താഴെന്താളെ എക്സ് മൈനസ് 2 നേരത്തെ പോലെ ആയില്ലേ. മുകളിൽ ഒരാൾ കിടക്കുന്ന ആളുടെ പവർ കളഞ്ഞിട്ടുള്ള ആള് താഴെ വന്നു. അപ്പൊ ഉത്തരം എന്തെന്ന് എഴുതാന്ന് പറഞ്ഞ പവർ ഇൻറ്റു എന്തിൻറ്റു പവർ ഇൻറ്റു ഇവിടെ പവർ എത്രയാ 5 ഇൻറ്റു എ റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. 5 ഇൻറ്റു ഇവിടെ എ ആരാ 2 റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. 5 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 5 നിന്ന് കുറച്ച് എത്രയാ 4. അപ്പൊ 5 ഇൻറ്റു 16 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും 80 എന്ന് കിട്ടും അല്ലെ. 5 16 80 കിട്ടും. പ്രശ്നമുണ്ടാ, എളുപ്പമാണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത നോക്കിയാ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1. സൈഡിൽ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും നോക്കട്ടെ. ഞാനപ്പോ ആദ്യം എന്ത് ചെയ്യാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഇവിടെ എക്സ് റൈസ് ടു 15 മൈനസ് 1 അല്ലേ. 1 എനിക്ക് 1 റൈസ് ടു 15 എന്ന് എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. 1 ഏത് പവർ വേണേ കൊടുത്തോ, 1 തന്നെ കിട്ടുള്ളൂ. ഡിവൈഡഡ് ബൈ താഴെ എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 എന്ന് ഇതിനോട് തെറ്റില്ലല്ലോ. ഇല്ല, ഒരു പ്രശ്നമില്ല. കാരണം 1 ഏത് പവർ വേണേ കൊടുക്കാം. ഓക്കെ, ദെൻ അപ്പൊ അവിടെ നോക്കി ഞാൻ ഇത് എന്ത് ചെയ്യാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 അല്ലേ. അപ്പൊ എന്റെ തിയറം പ്രകാരമാണെങ്കിൽ എനിക്ക് എന്ത് വന്നാൽ കൊള്ളായിരുന്നു, ഇവരെ പവർ കളയാ. ഇവരെ പവർ കളഞ്ഞാൽ എന്താ വരിക എക്സ് മൈനസ് 1. അത് താഴെ വന്നിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, അത് താഴെ വരണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഇവരെ പവർ കളഞ്ഞിട്ടില്ല എക്സ് മൈനസ് 1 താഴെ വരണം. അപ്പൊ ഞാൻ താഴെ ഒരു എക്സ് മൈനസ് 1 ഇട്ട് കൊടുക്കും. വെറുതെ ഇടാൻ പറ്റുമോ, വാല്യൂ വ്യത്യാസം വരാൻ പാടില്ലല്ലോ. സോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇടും. അപ്പൊ തന്നെ മുകളിൽ ഒരു ഇൻറ്റു എക്സ് മൈനസ് 1 ഇടാം. ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്തേ, എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 ആണ്. അപ്പൊ അവരെ പവർ കളഞ്ഞിട്ടുള്ള എക്സ് മൈനസ് 1 താഴെ വരണം. സോ ഞാൻ താഴെ എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ ഇട്ടു. വെറുതെ ഇടാൻ പറ്റൂല, വാല്യൂ വ്യത്യാസം വരാണ്ടിരിക്കാൻ മുകളിൽ ഇൻറ്റു എക്സ് മൈനസ് 1 ഇട്ടു. കഴിഞ്ഞിട്ടില്ല. ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 ഉണ്ട്. അപ്പൊ ഇവർക്ക് അതുപോലെ അല്ലേ, എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 ആ.
ഇവരെ പവർ കളഞ്ഞിട്ടുള്ള താഴെ എന്ത് വരണം? x-1 വരണം. ഞാൻ താഴെ x-1 ഇട്ടു. വാല്യൂ വ്യത്യാസം വരാണ്ടിരിക്കാൻ മുകളിൽ ഒരു x-1 ഇടും. ഒരു ഭംഗിക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ എന്ത് ചെയ്യാം? മുകളിലത്തെ x-1 താഴത്തെ x-1 ക്യാൻസൽ ചെയ്യാം. ദെൻ മുകളിലും താഴെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എങ്ങനെയാവും? ലിമിറ്റ് x tends to 1 x raised to 15 minus 1 raised to 15 by x minus 1 whole divided by limit x tends to 1 x raised to 10 minus 1 raised to 10 divided by x minus 1. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ഈക്വൽ ടു ഇവിടെ നോക്കി x raised to 15 minus 1 raised to 15 divided by ഈ പവർ കളഞ്ഞുള്ള ആൾ വന്നില്ലേ? ഉത്തരം എന്താ? പവർ ഇൻറ്റു എ റേസ്റ്റ് ഇവിടെ 1 റേസ്റ്റ് പവർ എന്ന് കുറയ്ക്കുക. 15 1 കുറച്ച 14. 1 ആയതുകൊണ്ട് പവർ പിന്നെ എഴുതൊന്നും വേണ്ട, എന്തായാലും 1 അല്ലേ കിട്ടുള്ളൂ. താഴെ എന്തായിരിക്കും? 10 ഇൻറ്റു 1 അല്ലേ? പവർ ഇൻറ്റു എ റേസ്റ്റ് പവർ എന്ന് കുറയ്ക്കല്ലേ? പവർ 10 ഇൻറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 റേസ്റ്റ് പവർ എന്ന് കുറച്ചാൽ 10 എന്ന് കുറച്ച 9 എഴുതേണ്ട ആവശ്യമില്ല, 1ന്റെ പവർ അല്ലേ. 15 ഇൻറ്റു ഒന്ന് എത്രയാ? 15 ഡിവൈഡ് ബൈ 10 ഇൻറ്റു ഒന്ന് എത്രയാ? 10. 15 5 കോമൺ ഉണ്ട്, 10 5 കോമൺ ഉണ്ട് അല്ലെ? എത്ര പ്രാവശ്യം? 15 3 പ്രാവശ്യം, 10 2 പ്രാവശ്യം. ഓക്കെ, സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്യാം. ഇവിടെ ചോദ്യം ഇങ്ങനെയാന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ ലിമിറ്റ് x tends to 1 x raised to 25 minus 1 divided by x raised to 20 minus 1. ഇതാണ് ചോദ്യം വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? is equal to limit x tends to 1 x raised to 25 എന്ന് എഴുതുക, മൈനസ് 1നെ 1 raised to 25 എന്ന് എഴുതുക. ഓക്കെ, ഡിവൈഡഡ് ബൈ x raised to 20 മൈനസ് 1നെ 1 raised to 20. 1നെ ഇഷ്ടമുള്ള പവർ കൊടുക്കുക, ഒരു മാറ്റം ഉണ്ടാവില്ല. is equal to limit x tends to 1 ഇവിടെ x raised to 25 minus 1 raised to 25 അവരെ പവർ കളഞ്ഞിട്ടുള്ള ആള് താഴെ വരണം അല്ലേ? താഴെ എന്ത് വരണം? x minus 1. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? x raised to 25 minus 1 raised to 25 താഴെ x minus 1 ഇടും. വെറുതെ ഇടാൻ പറ്റുമോ? ഇല്ല, വാല്യൂ വ്യത്യാസം വരരുത്. അപ്പൊ മുകളിൽ ഇൻറ്റു x minus 1 ഇടും. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോലെ, പക്ഷെ ക്യാൻസൽ ചെയ്യരുത്. ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സാധാ പിന്നെയും ക്വസ്റ്റ്യൻ ആവും. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ താഴെ എന്തുണ്ട്? x raised to 20 minus 1 raised to 20 divided by നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ വരെ പവർ ആണെങ്കിൽ x minus 1 വേണം. താഴെ x minus 1 ഇട്ടു, വാല്യൂ വ്യത്യാസം വരാണ്ടിരിക്കാൻ മുകളിൽ ഒരു x minus 1 ഇടുക. എനിക്ക് ഒരു ഭംഗിക്ക് ഇതുപോലെ ബ്രാക്കറ്റ് ആയി കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാ? ഈ x minus 1 ക്യാൻസൽ ചെയ്യാം. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലും താഴെയും കൊടുക്കാം. ഇനി ആ സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല, ഒരു പ്രാവശ്യം എഴുതിയതല്ലേ. അപ്പൊ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പവർ ഇൻറ്റു റേസ്റ്റ് പറഞ്ഞു കൊടുക്കല്ലേ? ഇവിടുത്തെ പവർ എത്ര? 25 ഇൻറ്റു 1 റൈസ് ടു 25 എന്ന് കുറച്ച് 24 എഴുതണ്ട, 1നല്ലേ? ഡിവൈഡ് ബൈ ഇവിടെയാണെങ്കിലും ഇവിടെ പവർ എത്ര? 20 ഇൻറ്റു എ റൈസ് ടു ഇവിടെ 1 റൈസ് ടു 20 കുറച്ച 19 എഴുതണ്ട, 1ന്റെ പവർ ആയതുകൊണ്ട്. അപ്പൊ 25 ബൈ 20 എന്ന് വരും. നിങ്ങൾക്കിപ്പോ ചെറുതാക്കാം. 25 5 പ്രാവശ്യം, 20 5 4 പ്രാവശ്യം, 5 by 4 എന്ന് വരും. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ലിമിറ്റ് x tends to 1 x raised to 1 by 3 minus 1 raised to 1 by 3 divided by x raised to 1 by 6 minus 1 raised to 1 by 6. ചിലപ്പോ ഈ 1ന്റെ പവർ തരണോന്നില്ല കേട്ടോ. അപ്പൊ ആ പവർ ആയിട്ട് കൺസിഡർ ചെയ്യാം. 1നെ ഏത് പവറാണ് എടുക്കാലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം നോക്കി. ലിമിറ്റ് x tends to 1 ഇവിടെ x raised to 1 by 3 minus 1 raised to 1 by 3 divided by x raised to 1 by 6 minus 1 raised to 1 by 6 is equal to limit x tends to 1 ഇവിടേക്ക് x raised to 1 by 3 minus 1 raised to 1 by 3 അല്ലേ? സോ ഇവരുടെ പവർ കളഞ്ഞുള്ള ആള് താഴെ വരണം. അപ്പൊ താഴെ എന്ത് വരണം? x minus 1 വരണം. ഞാൻ താഴെ x minus 1 ഇട്ടു. വെറുതെ ഇടാൻ പറ്റുമോ? ഇല്ല, വാല്യൂ വ്യത്യാസം വരാണ്ടിരിക്കാൻ മുകളിൽ ഒരു x minus 1 ഇട്ടു. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? x raised to 1 by 6 minus 1 raised to 1 by 6. ഇവരെ പവർ കളഞ്ഞുള്ള ആള് താഴെ വരണ്ടേ? താഴെ എന്ത് വരണം? x minus 1. അപ്പൊ ഡിവൈഡ് ബൈ x minus 1 ഇട്ടു. വെറുതെ ഇടാൻ പറ്റൂല്ല, വാല്യൂ വ്യത്യാസം വരാണ്ടിരിക്കാൻ മുകളിൽ ഒരു x minus 1 ഇട്ടു. ഓക്കെ,
ദെൻ മുകളിലും താഴെയും സെയിം ആയിട്ടുള്ള ആൾക്കാരെ ക്യാൻസൽ ചെയ്യാം. എക്സ് മൈനസ് വൺ ക്യാൻസൽ ചെയ്യാം. ദെൻ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയായി മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x raised to 1 by 3 minus 1 raised to 1 by 3 divided by x minus 1 whole divided by limit x tends to 1 ഇവിടെ എന്താവും? x raised to 1 by 6 minus 1 raised to 1 by 6 divided by x minus 1. നമ്മുടെ മറ്റേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുകൂടി? x raised to ഒരു പവർ 1 raised to ഒരു പവർ, ആ പവർ കളഞ്ഞിട്ടുള്ള ആള് താഴെ വന്നു. ഉത്തരം എന്താ? പവർ ഇൻറ്റു ഇവിടെ പവർ എത്രയാ? 1/3. ഇവിടെ പവർ എത്രയാണ്? 1/3. 1/3 ഇൻറ്റു a റൈസ് ടു പവർ എന്ന് കുറയ്ക്കുക. 1 റൈസ് ടു 1/3 ഒന്ന് കുറയ്ക്കുക. ഇനിയിപ്പോ കുറയ്ക്കാൻ നിൽക്കണ്ട, 1 അല്ലേ, 1 ആണ് പിന്നെ പവർ എഴുതണ്ട. ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഉള്ളത്? 1/6 ഇൻറ്റു ഇവിടെ എന്താ? 1 റൈസ് ടു പവർ 1/6 മൈനസ് 1 എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷെ നമ്മൾ എഴുതണില്ല. എന്നിട്ട് 1/3 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 1/3 ഡിവൈഡ് ബൈ 1/6 ഇൻറ്റു 1 വെച്ചാൽ 1/6 ഈക്വൽ ടു 1/6 മേലെ കൊടുക്കാം. റെസിപ്രോക്കൽ അപ്പൊ എങ്ങനെയാവും? 1/3 ഇൻറ്റു 6/1 അല്ലേ? അപ്പൊ 3 6 വെട്ടാം 2 പ്രാവശ്യം. 1 ഇൻറ്റു 2 2/1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. ഇത്രയുള്ള പരിപാടി. അപ്പൊ നിങ്ങൾ ഒരെണ്ണം ഞാൻ ഇവിടെ ഒരു ഹോംവർക്ക് തരാം, തനിയെ ചെയ്ത് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x raised to 1/2 minus 1 raised to 1/2 divided by x raised to 1/4 minus 1 raised to 1/4. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതുകൊണ്ട് ഉത്തരം എന്ത് ചെയ്ത് കൊണ്ടുപോയോ? ഇതാണേ ചോദ്യം, ചെയ്ത് നോക്കുക കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താന്ന് തോന്നൂല, നമ്മൾ ഈ പഠിച്ച തിയറോണൊന്നും നമുക്ക് മനസ്സിലാവില്ല. ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ പഠിച്ച ടൈപ്പ് ആണല്ലോ എന്ന് മനസ്സിലാവും. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്, 2 അല്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 ഹോൾ റൈസ് ടു 5 മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ് ആണ്. അപ്പൊ ഇതിലിപ്പോ ഇവിടെ എക്സ് വരണ്ടോടുത്ത് ഇവിടെ എക്സ് പ്ലസ് 1 ആണ് വന്ന് കണ്ട. എക്സ് വരണ്ടോടുത്ത് എന്ത് വന്നു? എക്സ് പ്ലസ് 1 വന്നു. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാല് എപ്പോഴും ആലോചിക്കുക, എക്സ് വരണ്ടോടുത്ത് എക്സ് പ്ലസ് 1 വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലോട്ട് ആലോചിക്കുക, പുട്ട് എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ. ബ്രാക്കറ്റിനുള്ളിൽ ഇതുപോലെ എക്സ് പ്ലസ് 1 വന്നാ അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു എന്ന് ഇട്ടോണം, വൈ എന്ന് ഇട്ടോണം. എന്നാ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റൂല. എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ എന്ന് ഇട്ടു, അപ്പൊ തന്നെ അവിടുന്ന് എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കും. എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ വൈ പ്ലസ് 1 അപ്പുറം വരുമ്പോൾ എന്തായിരിക്കും? -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എക്സിനെ എല്ലാം നമ്മൾ വൈയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇയാളൊന്ന് നോക്കിക്കൂടെ, ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ ഉള്ളത് 0, ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 5 മൈനസ് 1നെ 1 റേസ് ടു 5 എഴുതാല തെറ്റൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. ഹോൾ ഡിവൈഡ് ബൈ താഴെ എക്സ്. അപ്പൊ ഞാനിത് ലിമിറ്റ്, ഇനി എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതരുത്, കാരണം എക്സിനെ നമ്മൾ വൈയിലോട്ട് മാറ്റുകയാണ്. ഇവിടെ എക്സ് പ്ലസ് 1 ഉണ്ടോ? എക്സ് പ്ലസ് 1ന് ഞാൻ എന്താ എഴുതാം? വൈ. അപ്പൊ എന്തായി മാറും? വൈ റേസ്ഡ് ടു 5 മൈനസ് ഇവിടെ എന്താ ഉള്ളത്? 1 റേസ്ഡ് ടു 5 ഹോൾ ഡിവൈഡ് ബൈ താഴെ എക്സ് അല്ലേ. എക്സ് എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോ? y മൈനസ് 1 അല്ലേ. ഇവിടെ x ഈക്വൽ ടു ഇപ്പൊ എന്താണ്? y മൈനസ് 1. ഇപ്പൊ നോക്കി, നമ്മുടെ തിയറായി മാറിയില്ലേ? y റേസ്റ്റ് ഒരു പവർ ഉണ്ട്, മൈനസ് 1 റേസ്റ്റ് ഒരു പവർ ഉണ്ട്. ആ പവർ കളഞ്ഞുള്ള ആള് താഴെ വന്നില്ലേ? വന്നോ? വന്നല്ലേ. സോ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്താൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ് പ്ലസ് 1 വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന് എന്തെന്ന് ഇടണം? y എന്ന് ഇടണം. ദെൻ അതിൽ നിന്ന് x ഈക്വൽ ടു പ്ലസ് 1 അപ്പുറം കൊണ്ട് എന്തെന്ന് ചെയ്താ? -1. എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് 1ന്റെ അവിടെ ആരെ കൊടുക്കാം? y. അപ്പൊ y റേസ് ടു 5 മൈനസ് 1 റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ്. നമ്മൾ കണ്ടുപിടിച്ച എക്സിന്റെ അവിടെ എന്ത് ചെയ്താൽ? y മൈനസ് 1. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ലിമിറ്റ് കിടക്കുന്നത് എക്സിലാ, പക്ഷെ ഇപ്പൊ എല്ലാം എക്സ് മാറി എന്തായി മാറി? y ആയി. ഇപ്പൊ ലിമിറ്റും വൈയിലോട്ട് മാറ്റണം. അപ്പൊ എക്സ് 0 അല്ല, അവിടെ എക്സ് എന്താണ്? 0. അപ്പൊ y എവിടേക്ക് പോകുന്ന അറിയണം. ഈ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായി മാറും? y എവിടേക്ക് പോകുന്ന അറിയണം. y ടെൻസ് ടു 0 എന്ന് എഴുതരുതേ, y എവിടേക്ക് പോകുന്ന അറിയണം. ഓക്കെ, എക്സ് പ്ലസ് 1 ഈക്വൽ ടു അല്ലേ വൈ. ഇവിടെ എക്സ് ഇപ്പൊ എന്താ? 0. അപ്പൊ എന്താ? 0 പ്ലസ് 1 ഈക്വൽ ടു വൈ. അപ്പൊ 1 ഈക്വൽ ടു എന്താ? വൈ. കണ്ടാ, എക്സ് 0 ആവുമ്പോ വൈ എത്രയാണ്? 1 ആണ്. ഇത് കണ്ടുപിടിക്കണത് എന്തിനാണ്? ഇവിടെ എല്ലാം എക്സിലായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? വൈയിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ലിമിറ്റും വൈയിലോട്ട് കൺവേർട്ട് ചെയ്യണം.
എക്സ് സീറോയിലോട്ട് പോകുമ്പോ വൈ എവിടുക്കാ പോണേ? 1-ലോട്ട്. ഇപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ചെയ്തു. അപ്പൊ y റേസ് ടു ഒരു പവർ 1 റേസ് ടു സെയിം പവർ, ആ പവർ കളഞ്ഞിട്ടുള്ള ആള് താഴെ വന്നു. അപ്പൊ ഉത്തരം എന്താ? പവർ ഇൻറ്റു പവർ എവിടെ? 5 ഇൻറ്റു a റേസ് ടു 1 റേസ് ടു 5 എന്ന് വെച്ചാൽ 4, 1ന്റെ പവർ ആയതുകൊണ്ട് എഴുതണ്ട. അപ്പൊ 5 ഇൻറ്റു 1 എന്താ ഉത്തരം? 5. മനസ്സിലാക്കാൻ ഒരു ചോദ്യം ഇപ്പുറവും ചെയ്യുന്നുണ്ട്. നോക്കിക്കോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇങ്ങനെ എന്തായിരിക്കും? ഇപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ അത് മനസ്സിലായല്ലോ. നമ്മൾ നോക്കുമ്പോ എന്താ? എക്സ് വരനോട് താരം വന്നു, എക്സ് പ്ലസ് 1 ഒറ്റയടിക്ക് നോക്കിയാൽ നമ്മുടെ തീരോണെന്ന് മനസ്സിലാവോ? ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പുട്ട് എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ, സെയിം സാധനം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? വൈ മൈനസ് 1. പ്ലസ് 1 അപ്പുറം വരുമ്പോ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് ഇപ്പൊ എക്സ് ചെയ്തരുത്, എക്സ് പ്ലസ് 1ന്റെ അവിടെ 1 1 റേസ് ടു 6 ചെയ്താലോ? എക്സ് പ്ലസ് 1 നമുക്ക് എന്തെന്ന് എഴുതാം? വൈ. അപ്പൊ വൈ റേസ്ഡ് ടു 6 മൈനസ് 1 റേസ്ഡ് ടു 6 ഡിവൈഡഡ് ബൈ എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് ഈക്വൽ ടു ഇപ്പൊ എന്താ? വൈ മൈനസ് 1. കണ്ട, ലിമിറ്റും ചേഞ്ച് ആക്കാൻ മറക്കരുത്. ഇവിടെ എല്ലാം എക്സിലായിരുന്നു, ഇപ്പൊ എല്ലാം വൈയിലോട്ടായില്ലേ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ആലോചിക്കും. എക്സ് സീറോയിലോട്ട് പോകുമ്പോ വൈ ഇവിടെ പോകുന്നു. എക്സ് 0 ഇതിലിട്ട് കൊടുക്കാം. അപ്പൊ 0 പ്ലസ് 1 ഈക്വൽ ടു വൈ. അപ്പൊ വൈ എവിടെ പോകണം? 1-ലോട്ട് അല്ലെ? 0 പ്ലസ് 1 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അല്ലേ? അപ്പൊ എക്സ് 0-ലോട്ട് പോകുമ്പോ വൈ എവിടെ പോകണം? 1-ലോട്ട്. ഉത്തരം എന്ത് കിട്ടും? പവർ ഇൻറ്റു എ റേസ് ടു പവർ എന്ന് കുറയ്ക്കല. അപ്പൊ 6 ഇൻറ്റു എ റേസ് ടു, ഇവിടെ 1 റേസ് ടു പവർ എന്ത് കുറച്ചാലും 1 തന്നെ. ഉത്തരം എന്താ വരും? 6. ഓക്കെ, ദെൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് നമുക്ക് ഈ സെക്ഷൻ നിർത്താം. ഓക്കെ, സോ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് റൂട്ട് എക്സിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. റൂട്ട് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 1/2. റൂട്ടിന് വേണമെങ്കിൽ റേസ്ഡ് ടു 1/2 എന്ന് എഴുതാം. അത് എപ്പോഴും ആലോചിക്കുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ ഇതിനെ ഒന്ന് ഭംഗിയാക്കിയിട്ട് ഇങ്ങനെ എഴുതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ നോക്കി റൂട്ട് ഓഫ് 1 പ്ലസ് 6 അല്ലേ? റൂട്ടിനെ റേസ്ഡ് ടു 1/2 എന്ന് എഴുതാലോ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാണ്? 1 പ്ലസ് 6 റേസ്ഡ് ടു 1/2. തെറ്റില്ലല്ലോ. കാരണം എന്താ? റൂട്ടിനെ നമുക്ക് റേസ്ഡ് ടു 1/2 എന്ന് എഴുതാം. -1, 1നെ വേണമെങ്കിൽ 1 റേസ് ടു 1/2 എന്ന് എഴുതാലോ. 1ന്റെ ഏത് പവർ കൊടുത്താലും 1 തന്നെ. ഹോൾ ഡിവൈഡ് ബൈ എന്താ? എക്സ്. ഇതിന് നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കുക. 1 പ്ലസ് 6 അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തെന്ന് കൊടുക്കണം? വൈ. പുട്ട് 1 പ്ലസ് 6 ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1. ഓക്കെ, അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇവിടെ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതരുത്, എല്ലാത്തിനെയും വൈയിലോട്ട് മാറ്റണം. ഇവിടെ 1 പ്ലസ് 6 ഇല്ലേ? 1 പ്ലസ് 6 നമുക്ക് എന്ത് എഴുതാം? വൈ. അപ്പൊ വൈ റേസ്ഡ് ടു 1/2 മൈനസ് 1 റേസ്ഡ് ടു 1/2. ദെൻ എക്സിന് എന്തെന്ന് എഴുതാം? ഹോൾ ഡിവൈഡഡ് ബൈ വൈ മൈനസ് 1 എന്ന് എഴുതാം. ദെൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം ഇവിടെ ആലോചിക്കണം. ഇവിടെ എക്സ് എവിടുക്കാ പോണേ? 0-ലോട്ട്. അപ്പൊ വൈ എവിടെ പോണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എന്താ ചെയ്യാ? ഈ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ എന്താ? 1 പ്ലസ് 6ന്റെ അവിടെ 0 1 പ്ലസ് 0 ഈക്വൽ ടു വൈ. അപ്പൊ വൈ ഈക്വൽ ടു എന്താ? സിംപ്ലി 1. അപ്പൊ y ടെൻസ് ടു 1 നമ്മുടെ ഇതായില്ലേ? സോ ലിമിറ്റ് y ടെൻസ് ടു 1 y റേസ് ടു 1/2 മൈനസ് 1 റേസ് ടു 1/2 ഡിവൈഡ് ബൈ y മൈനസ് 1. അപ്പൊ മുകളിലത്തെ സെയിം പവർ കളഞ്ഞിട്ടുള്ള താഴെ വന്നില്ലേ? ഉത്തരം എന്താ? പവർ ഇൻറ്റു പവർ എത്ര? 1/2 ഇൻറ്റു എ റേസ് ടു എന്ന് ശേര 1 റേസ് ടു പവർ എന്ന് കുറയ്ക്കുക. 1ന്റെ ആയതുകൊണ്ട് അത് തന്നെ വരും. അപ്പൊ ഉത്തരം എന്താ? 1/2 ഇൻറ്റു 1 1/2. സോ ഒരു ഹോംവർക്ക് ഉണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നിങ്ങൾ ചെയ്യേണ്ടത് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 3/2 മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ എക്സ്. ഇതെന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ഒന്ന് ചെയ്യും. ഓക്കെ, ചെയ്ത് നോക്ക്, ഉത്തരം നിങ്ങൾക്ക് കിട്ടും, ഈസിയാണ്. പിന്നെ നമ്മൾ 3 ടോപ്പിക്കാ പഠിച്ചത്. ലിമിറ്റ് ഓഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ പഠിച്ചു, ലിമിറ്റ് ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ പഠിച്ചു, ദെൻ അതിന്റെ ഒരു സ്പെഷ്യൽ കേസും പഠിച്ചു. എക്സാമിന് ഇതിൽ നിന്ന് എന്തായാലും ഒരു 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.